ബംഗാളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ ബംഗാളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബി ജെ പി അനുഭാവികളൊക്കെ പറയും മമത വലിയ കുഴപ്പക്കാരിയാണ്, വലിയ പ്രശ്നക്കാരിയാണ്, വഴക്കാളിയാണ്, പിന്നെ അതുപോലെ തന്നെ മമതയുടെ കൂടെയുള്ള ആളുകളെല്ലാം ഗുണ്ടകളാണെന്നൊക്കെ പറയും. പക്ഷേ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബംഗാളിൽ നടക്കുന്ന എന്താണ്, അതായത് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം ബംഗാളിൽ നടക്കുന്ന എന്താണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ ബി ജെ പിയുടെ ഗുണ്ടകൾ നമുക്ക് ചാനലുകൾ കാണിക്കുന്നതാണ്. ഞാൻ ഇന്ത്യ ടുഡേ ചാനൽ, സർദേശായിയുടെ ചാനൽ ഞാൻ കാണുന്നതാണ്. സർദേശായി ശരിക്ക് അങ്ങ് നന്നായിട്ട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഞാൻ ഇനി പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ അവിടെ ബി ജെ പിയുടെ ഒരു തന്നെ കൂടെ നടന്നിരുന്ന നമ്മൾ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ ഞാൻ കാണാറുണ്ട്. എന്നാലും കൂടുതൽ കാണുന്നത് ഞാൻ ഇന്ത്യ ടുഡേ ആണ്. അതുകൂടാതെ ന്യൂസ് എക്സ് കാണും, പിന്നെ ന്യൂസ് 9, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് വിശകലനം നടത്തുന്ന കുറേ ചാനലുകളുണ്ട്. NDTV യഥാർത്ഥത്തിൽ അദാനി വാങ്ങിയെങ്കിൽ പോലും NDTVയും നല്ല രീതിയിലാണ് ഇതിനെക്കുറിച്ച് ഒരുമാതിരി വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു പാർട്ടിസാൻ വ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബംഗാളിൽ ഇതിന് ശേഷം നടക്കുന്ന തെരുവിൽ പകല് നടക്കുന്നതെന്ന് പറയുന്നത് ഈ ബി ജെ പിയുടെ ഗുണ്ടകൾ ഓടിച്ചിട്ട് അടിക്കുക ആളുകളെ. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തൃണമൂലിൻ്റെ ആ പ്രവർത്തകരെയാണ്, TMCക്കാരെയാണ്. അടി കൊണ്ട് ഓടിച്ചിട്ടങ്ങ് അടിക്കുക. എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവനെ അടിക്കുന്നവന് പറഞ്ഞൂടാ, ഈ കൊള്ളുന്നവന് പറഞ്ഞൂടാ. ആ രീതിയിലാണ് പ്രവർത്തകരെന്നാ പറയുന്നത്. പിന്നെ അത് മാത്രമോ UPയിൽ അതായത് UPയിൽ പരീക്ഷിച്ച് നേടിയ ഒരു തന്ത്രം ഉണ്ടായിരുന്നു, ബുൾഡോസർ രാജ്. അതിപ്പോൾ ഇവിടെ നടപ്പാക്കി ബംഗാളിൽ. പെട്ടെന്ന് ബി ജെ പി അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. എന്താ വെച്ചാൽ കയറുന്ന ലക്ഷണം കണ്ടതേ ഉള്ളൂ, തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തുടങ്ങി. അവിടെ ന്യൂ മാർക്കറ്റ് ഞാൻ പോയിട്ടുണ്ട്. വളരെ ബംഗാളിലെ ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലെ ഇറച്ചിക്കടകൾ മുഴുവൻ ബുൾഡോസർ കയറ്റി ഇടിച്ചു നിരത്തി. ഇനി അവിടെ ഒരുത്തിനും ഇറച്ചി തിന്നണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്തുവാന്ന്. അപ്പോൾ അതാരുടെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാണ്ടോ ഇറച്ചിക്കട നടത്തുന്ന ആരാണെന്നുള്ളത്. ഞാൻ പറയേണ്ട കാര്യമില്ല, മാറ്റി. ഇത് എങ്ങനെ ഈ ഇലക്ഷൻ ഇതൊക്കെ വളരെ മുമ്പേ ഇത് നന്നായിട്ട് എൻജിനീയറിങ് നടത്തി റെഡിയാക്കി എടുത്തതാണ്. അതിനാണ് അമിത്ഷാ അവിടെ പോയി തമ്പടിച്ച് അവിടെ കിടന്നത്. വെറുതെ അല്ല, ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പഠിച്ചു. അവിടെ എങ്ങനെ ടോർപ്പിഡോ ചെയ്യണം, എങ്ങനെ അത് മാനേജ് ചെയ്യണം, എങ്ങനെ നശിപ്പിക്കണം, TMC തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെ ഒഴിവാക്കണം. ഇപ്പം മമത നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, TMCക്കാരെല്ലാം നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല, എനിക്കറിഞ്ഞൂടാ. അതിലും വൃത്തികെട്ടവരുമൊക്കെ ഒരുപാടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അപ്പോൾ ഇന്ന് തന്നെ നടന്നേക്കുന്ന ഒരു സംഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. സുവേന്ദു അധികാരി, അതായത് ഇനി മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്ന് പറയുന്ന ആളാണ് BJPയുടെ ഇപ്പോൾ. അപ്പോൾ അയാളുടെ ഒരു PA ഉണ്ട്. ആ PA ചന്ദ്രനാഥ് രഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനെ അവിടെ അവൻ്റെ കാറ്, സ്കോർപിയോ കാറിൽ യാത്ര ചെയ്യുകയാണ്. ആ കാറ് റോഡിൽ തടഞ്ഞു നിർത്തി. മറ്റൊരു കാർ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആ മറ്റേ തടഞ്ഞു നിർത്തിയ കാറിൽ ആരുമില്ല. ഇവൻ വന്ന വഴിയിൽ നേരത്തെ ഇട്ടത് തടയാൻ വേണ്ടിയാണ്. എന്നിട്ട് 2 സൈഡിലും മോട്ടോർ സൈക്കിളുകാരിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പോയിന്റ് ബ്ലാങ്കിലാണ് എന്നെ അങ്ങ് വെടി വെച്ചത്. അതിൻ്റെ ദേഹത്ത് ഏതാണ്ട് 5-6 വെടി ബുള്ളറ്റ് അവൻ്റെ ദേഹത്ത് തന്നെ കയറി. ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കുപറ്റി. അയാൾ ആശുപത്രി കിടക്കാണ്. മറ്റേ ആൾ ഓൺ ദ സ്പോട്ട് മരിച്ചു, ഈ ചന്ദ്രനാഥ് രഥ്. ഇത് ചെയ്തത് ഇതിൻ്റെ എതിരാളികളായിരിക്കും എന്നുള്ളതിന് സാധാരണഗതി തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതെന്താണെന്ന് അത് അന്വേഷണത്തിലേ വരുള്ളൂ. അന്വേഷിച്ചു, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമത പറയുന്നു ഈ അന്വേഷണം CBIക്ക് കൊടുക്കണം എന്ന്. CBIക്ക് അന്വേഷണം കൊടുക്കണമെന്ന് മമത പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ എന്താണെന്ന്. ഇനി അത് അപ്പോൾ സാധാരണ CBI അവർക്ക് വിശ്വാസമില്ലാത്തതാണല്ലോ. പക്ഷേ ഈ അന്വേഷണം അവിടെ ഇപ്പോൾ കാരണം ഇവരെ പോലീസൊന്നും ഇവരുടെ കയ്യിലില്ല. മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ ഗ്യാനേഷ് കുമാറാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫലം, അതായത് ഇതിപ്പോൾ അയാളെ വെടിവെച്ച് കൊന്നു. ഏതായാലും ആ കാറിൻ്റെ നമ്പർ ഫേക്ക് നമ്പറായിരുന്നു, ഈ തടഞ്ഞ കാറെന്ന് പറയുന്നത്. മോട്ടോർ സൈക്കിളിൻ്റെയും ഫേക്ക് നമ്പറുകൾ ഉപയോഗിച്ചാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് BJPക്കാർ പറയുന്നു അത് മമതയുടെ, അതായത് TMCക്കാരാണ് ചെയ്തതെന്ന് പറയുന്നു. ഏതായാലും അത് അന്വേഷണത്തിൽ വരട്ടെ. അവിടെ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ.
ഇതുവരെ ഏതാണ്ട് 5-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അരാജകത്വം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്നിട്ട് TMCയുടെ പാർട്ടി ഓഫീസുകൾ മുഴുവൻ കിട്ടുന്നത് മുഴുവൻ ഇടിച്ചരത്തി ബുൾഡോസറാണ് എല്ലാം. അപ്പോൾ ഇത് ജനാധിപത്യമാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. BJP ആലോചിക്കേണ്ട കാര്യമാണ്. 293 സീറ്റിൽ 207 സീറ്റ് BJP നേടി. ഒരു സീറ്റിലെ ഇലക്ഷൻ വീണ്ടും രണ്ടാമത് റീ ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കാണ്. 207 സീറ്റ് BJP നേടി. 80 സീറ്റ് മാത്രമാണ് TMCക്ക് അതി കിട്ടിയത്. ഇനി ഇതെന്താണ് നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. അതായത് ഈ 105 മണ്ഡലങ്ങൾ BJP ജയിച്ച 105 മണ്ഡലങ്ങളിൽ അവർക്ക് ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. അതായത് 105 മണ്ഡലങ്ങളിൽ മമതയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന TMCക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ റിമൂവ് ചെയ്തപ്പോൾ വന്നേക്കുന്നത് ഈ BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥാനാർത്ഥികൾ കിട്ടുന്ന ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ആ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും റിമൂവ് ചെയ്തേക്കുന്നത്. മൊത്തം ആകെ അതായത് ഈ SIR അവിടെ വരുന്നതിന് മുമ്പ് ഏതാണ്ട് 7.66 കോടി വോട്ടുകളായിരുന്നു മൊത്തമായിട്ട് ബംഗാളിലുണ്ടായിരുന്നത്. അതിന് SIR കഴിഞ്ഞ ഒരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ അത് 7.08 കോടിയായിട്ട് മാറി, കുറഞ്ഞു. അതായത് 58 ലക്ഷം ആളുകളെ അതിൽ നിന്ന് വെട്ടിമാറ്റി. അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ അതിനെ പറഞ്ഞത് 24 ലക്ഷം ആളുകളെന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരാണെന്നാണ്. 19.88 ആളുകളെന്ന് പറയുന്നത് ലക്ഷം ആളുകൾ താമസം മാറിയവരാണ്. 1.38 ആളുകൾ അവർക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരാണെന്നും 12.2 ലക്ഷം ആളുകളെ കാണാനില്ലെന്നും ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ മരിച്ചുപോയെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഈ മമത ഹാജരാക്കി. ഈ മരിച്ചുപോയെന്ന് പറയപ്പെടുന്ന ആളുകളെ മമത ഹാജരാക്കി. ഇനി അത് പോകട്ടെ. ഇനി ഇതുണ്ട്, മമത ഇതിന് ചലഞ്ച് ചെയ്തു ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അന്തിമ വോട്ടർ പട്ടിക വന്നത്. അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ എന്താ, ആദ്യത്തേതിൽ നിന്ന് ഏതാണ്ട് 58 ലക്ഷം ആളുകളെ ആയിരുന്നു ഒഴിവാക്കിയിരുന്നെങ്കിൽ അന്തിമ വോട്ടർ പട്ടിക മമത ഇത് ഇറക്കിച്ചതിന് ശേഷം വന്ന വോട്ടർ പട്ടികയിൽ 63.66 ലക്ഷം ആളുകളെ ഒഴിവാക്കി. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, വെട്ടി നിരത്തി. ഇതാണ് വന്നേക്കുന്നത്. മമത മത്സരിച്ച ഭവാനിപ്പൂർ മണ്ഡലത്തിൽ 47,000 ആളുകളെയാണ് വോട്ടർ പട്ടികയെ റിമൂവ് ചെയ്തത്. ഭവാനിപ്പൂറിൽ മമതയെ തോൽപ്പിക്കുകയും ചെയ്തേക്കുന്നതാണ്. 47,000 ആളുകളെ അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ വിട്ടില്ല. 14,000 ആളുകൾ സംശയാസ്പദമായിട്ടുള്ളവരാണെന്ന്. ഒരു സ്റ്റേറ്റിൽ സംശയാസ്പദമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അങ്ങനെ മൊത്തം സംശയാസ്പദമായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അവരെ റിമൂവ് ചെയ്തേക്കുന്നുണ്ടല്ലോ. റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ വോട്ടർ പട്ടികയിലില്ല. അവർക്ക് സുപ്രീം കോടതി പോലും പറഞ്ഞ് അവരുടെ ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമെന്നാണ്. സുപ്രീം കോടതിക്ക് എന്തോ പറഞ്ഞേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്നും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല, പറയാൻ പറ്റുന്നില്ല. ഒരു പൗരനെന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഏതായാലും അതിൽ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് അവരുടെ ഈ തെളിവ് കൊടുത്ത് അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ മമതയുടെ മണ്ഡലത്തിൽ ഭവാനിപ്പൂറിൽ മാത്രം 47,000 അതുപോലെ തന്നെ 14,000 സംശയാസ്പദമല്ലേ. സംശയാസ്പദമായിട്ടുള്ളവർക്കൊന്നും വോട്ട് ചെയ്യാൻ. അങ്ങനെ മൊത്തം ഈ 63.66 ലക്ഷവും ഈ സംശയാസ്പദമായിട്ട് ആ ബംഗാളിലെ 27 ലക്ഷം ആളുകളെയും ഒഴിവാക്കുകയാണ്. അത് 90 ലക്ഷം ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമ്മുടെ ഭരണഘടനയെ പറയുന്നുണ്ടോ സംശയാസ്പദമായ ആളുകൾ താമസിക്കുന്നതായിട്ട്? ഇതാണ് ബംഗാളിൽ നടന്ന കാര്യമാണിത്. ഇത് ജനങ്ങളൊന്ന് തിരിച്ചറിയണം. നിങ്ങൾ ഈ BJPക്ക് വേണ്ടി പറയുന്നവരുണ്ടല്ലോ, BJP ജയിച്ചോട്ടെ, ആരോഗ്യകരമായ മത്സരം ശരിയായ രീതിയിൽ നടത്തി ജയിക്കുക. അല്ലാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ട് വെട്ടിമാറ്റി ഒരാളെ തോൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ മമതയുടെ മണ്ഡലത്തിൽ നിന്ന് മൊത്തം മാറ്റിയത് 51,000 വോട്ടുകളാണ്. ആളുകളെ മാറ്റി. മമത തോറ്റത് എത്ര വോട്ടിനാണ്? 15,105 വോട്ടിന്. അപ്പോൾ എന്തുകൊണ്ട് മമത തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ. ഇനി ടോളിഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലം, അവിടുത്തെ മന്ത്രി ആയിരുന്ന TMCയുടെ മന്ത്രിയാണ് അരൂപ് ബിശ്വാസ് മത്സരിച്ചിരുന്ന മണ്ഡലം. അവിടുന്ന് വെട്ടിമാറ്റിയത് 37,889 വോട്ടാണ്. അയാൾക്കെതിരെ അയാൾ തോറ്റത് എത്രയാണെന്നറിയോ? 6,813 വോട്ടിന്.
ഇതാണ് ബംഗാളിൽ നടക്കുന്ന കാര്യം. നമ്മളൊന്ന് മനസ്സിലാക്കണം. മമത ഇപ്പം പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ മമത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോറ്റിട്ടില്ല, ഇത് ശരിയല്ല, ഈ വിജയം എന്ന് ആഘോഷിക്കുന്നത് ശരിയല്ല. അക്ഷരാർത്ഥത്തിൽ മമത പറയുന്നതിൽ അർത്ഥമുള്ള കാര്യമല്ലേ ഇത്? നമുക്ക് അവർ മിലിറ്റേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ആളുകളുടെ മാൻഡേറ്റാണ് കിട്ടി, വോട്ടർ പട്ടികയിലില്ല. വോട്ടർ പട്ടികയിലില്ലാതെ പോയി സ്റ്റേജ് മാനേജ് ചെയ്ത ജയമാണ്. അതിന് സംശയമൊന്നുമില്ല. അവിടെ ഇങ്ങനെ തന്നെയാണ്. കാരണം ഇനി ബാക്കി അതുപോലെ അതിൻ്റെ ബാക്കി വിശദ വിവരങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഏതാണ്ട് അതായത് 25,000 പേരുകൾ എങ്കിലും നീക്കിയേക്കുന്ന 169 മണ്ഡലങ്ങളുണ്ട്. അതിൽ 128 മണ്ഡലങ്ങളും TMC ജയിച്ച മണ്ഡലങ്ങളാണ്. അവിടെ ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ BJP ജയിച്ചേക്കാണ്. ഇപ്പോൾ ഈ രീതി, ബാക്കി ഞാൻ അതിൻ്റെ കണക്കുകൾ പറയുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഹിന്ദു നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ മറ്റേ ഞാൻ ഈ പറഞ്ഞ മറ്റ് ചാനലുകൾ, നമ്മുടെ മാധ്യമങ്ങളിൽ, മലയാള മാധ്യമങ്ങളിലൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെർഷൻസ് വന്നിട്ടില്ല, വരേണ്ടതുമാണ്. പക്ഷേ ഇത് BJPയുടെ വിജയമാണോ? അല്ല. ചിലപ്പോൾ BJP നേരെ മത്സരിച്ചാൽ, ഈ സർക്കസ് ഒന്നും ജ്ഞാനേഷ് കുമാറിലൂടെ വെട്ടിനിരത്തൽ മാറ്റിയിട്ട് മത്സരിച്ചാൽ BJP എന്നാലും ചിലപ്പോൾ ജയിച്ചേനെ. അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ ആ വിജയത്തിന് എന്ത് തിളക്കം ഉണ്ടായിരുന്നു. ഇതുപോലെ മുസ്ലിങ്ങളെ വെട്ടിമാറ്റിയിട്ട്, ഇത് ഞാൻ അങ്ങനെ പറയുമ്പോൾ വേറെ ഇത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പറയുന്നതല്ല, ഇതിൽ നിന്ന് മാറ്റിയേക്കുന്നത് കൂടുതലും മുസ്ലിങ്ങളെയാണ്. ഈ സംശയാസ്പദം എന്ന് പറയുന്നത് മൊത്തം മുസ്ലിങ്ങളാണ്, കൂടുതലും എല്ലാം മുസ്ലിങ്ങളാണ്. എന്ത് ചെയ്യാനൊക്കെ അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിനോടൊപ്പം ഇപ്പോൾ ആളുകളെ ഓടിച്ചിട്ടടിക്കുക. ഇങ്ങനെ ഇതിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി ഒരാൾ വിജയം ഉണ്ടാക്കിയെടുത്താൽ അതൊരു വിജയമാണോ? ഇത് BJP എന്തായി ചെയ്യുന്നത്, കാണിക്കുന്നത്? ഇതാണ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യം. ഏറ്റവും അവസാനമായിട്ട് അത് ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. ഇതേ ഇടപാട് തന്നെ ബീഹാറിൽ ചെയ്തു, അവർ വിജയിച്ചു ആ കാര്യത്തിൽ. ബംഗാളിലിപ്പോൾ ഇത് നടപ്പാക്കി, അവർ വിജയിച്ചു. 90 ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത്. അതെല്ലാം അതിൽ ഭൂരിപക്ഷം പേരും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ളവരുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതാണോ ജനാധിപത്യം? ചിന്തിക്കണം.